ദൈവവചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് വചനവേദിയിൽ നമ്മോടൊത്തായിരിക്കുന്നത് നമുക്കേറെ സുപരിചിതനായ, കേരളത്തിനകത്തും പുറത്തും കർത്താവ് ഈ നാളുകളിൽ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ബഹുമാനപ്പെട്ട സാബു ആറുതൊട്ടി ബ്രദറാണ്. ഹല്ലേലൂയ. കിങ് ജീസസ് മിനിസ്ട്രി എന്ന പേരിൽ ഒരു ശുശ്രൂഷ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുത്ത് കർത്താവിൻ്റെ ശക്തമായ ശുശ്രൂഷ ഈ നാളുകളിൽ ചെയ്തു വരുന്ന ഈ സുവിശേഷകനെ വളരെ ആദരവോടുകൂടി കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് ഈ വചനവേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം പറയുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ഒന്ന് പറഞ്ഞേ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ ആണ് താനും. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. പിതാവ് എന്താ ഇത്ര വലിയ സ്നേഹം നമ്മോട് കാണിച്ചത്? പറയാമോ? പിതാവ് കാണിച്ച സ്നേഹം എന്താ? തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് തന്നു. അതാണ് പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം. കർത്താവായ യേശുക്രിസ്തുവിനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നു. അതാണ് പിതാവിൻ്റെ ഏറ്റവും വലിയ സ്നേഹം. പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? പറയാമോ? പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ്. പിതാവ് തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഈ യേശുവിനെ എല്ലാവരും അറിയണം. ഈ യേശുവിലൂടെ ലഭിക്കുന്ന രക്ഷ സകല മനുഷ്യരും അറിയണം. എല്ലാവരും യേശുവിനെ രക്ഷകനായി, നാഥനായിട്ട് സ്വീകരിക്കണം. പിതാവിൻ്റെ ആഗ്രഹം തീരുന്നില്ല. പിതാവിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച എല്ലാവരും നിത്യജീവൻ സ്വന്തമാക്കണം. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ മനുഷ്യരെല്ലാവരും അറിയണം. യേശുവിനെ രക്ഷകനായി, നാഥനായി എല്ലാവരും സ്വീകരിക്കണം. ഇതാണ് പിതാവിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മൾ ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നില്ല. രക്ഷകനായ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, അവൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ ലോകത്തോട് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളും നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുന്നില്ല. അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിനെ നിങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തുക. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. യേശു രക്ഷകനാണെന്നും ദൈവമാണെന്നും ലോകത്തോട് നിങ്ങൾ എന്ന് പറയാൻ തുടങ്ങുന്നോ, അന്നു മുതൽ നിങ്ങളുടെ കുടുംബം, തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. കരമൊന്ന് ഉയർത്തിയടിച്ചേ, ശക്തമായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കാമോ ശക്തിയോടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക. മാനവജാതി അറിയണം യേശു ക്രിസ്തുവാണ് ഏക ദൈവമെന്ന്, ഏക രക്ഷകനെന്ന്. പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇതാ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ താമസമുള്ള ധ്യാനം കോട്ടയത്ത് കളത്തിപ്പടി ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുക. ആ ധ്യാനത്തിൽ 1200 പേരോളം പങ്കെടുത്തു. നമ്മുടെ ടീമിൽപ്പെട്ട ഒരു മകൻ ആ ധ്യാനത്തിൽ തൻ്റെ പ്രേക്ഷിത വേലയിലൂടെ കുറേ പേരെ ധ്യാനത്തിന് കൊണ്ടുവന്നു.
ഒരു പ്രധാനപ്പെട്ട ടൗണിൽ വ്യഭിചാരത്തിൽ ജീവിക്കുന്ന കുറച്ച് സ്ത്രീകൾ, മദ്യപാനത്തിനും കഞ്ചാവിനും ലഹരിക്കും അടിമയായ കുറേ മനുഷ്യർ. അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖല പോക്കറ്റടി, കഞ്ചാവ് വിൽപ്പന, പാപകരമായ ജീവിതമാണ്. അങ്ങനെ കുറച്ചു പേരെ കഴിഞ്ഞ ധ്യാനത്തിന് നമ്മുടെ ടീമിലുള്ള ഒരു മകൻ പ്രേക്ഷിത വേല ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്നു. ധ്യാന ദിവസങ്ങളിൽ ഈ വ്യക്തികളുമായിട്ട് ഞാൻ കണ്ടു. അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ അവരോട് സംസാരിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹൃദയസ്പർശിയായ അനുഭവമായിരുന്നത്. മദ്യത്തിനും കഞ്ചാവിനും പോക്കറ്റടിക്കും പാപകരമായ ജീവിതത്തിൽ ജീവിച്ച 15ഓളം സഹോദരങ്ങള് നമ്മുടെ ധ്യാനത്തിന് പങ്കെടുക്കുക. അക്കൂട്ടത്തില് ക്രൈസ്തവരുണ്ട്, അക്രൈസ്തവരുണ്ട്. 5 ദിവസങ്ങളിലെ ധ്യാനത്തിൽ അവർ ക്രിസ്തുവിന്റെ സ്നേഹം അറിയുകയാണ്. അവരുടെ പാപത്തിന്റെ ജീവിതത്തെക്കുറിച്ച് അവരെ ആഴത്തില് ബോധ്യപ്പെടുകയാ. അവർ പാപത്തിന്റെ ജീവിതം ഉപേക്ഷിക്കുവാൻ തീരുമാനമെടുത്തു. അക്കൂട്ടത്തിലുണ്ടായിരുന്ന അക്രൈസ്തവർ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനായി, നാഥനായിട്ട് സ്വീകരിച്ചു. ഹല്ലേലൂയ. 5 ദിവസം അവിടെ അവർ താമസിച്ചു. ധ്യാനം കൂടിയിട്ടും അവിടെ ധ്യാനിച്ച ആരുടെയും അവർ പോക്കറ്റ് അടിച്ചില്ല, ഒരു പൈസ പോലും അവർ മോഷ്ടിച്ചില്ല. 5 ദിവസം അവർ കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച് അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അക്കൂട്ടത്തിൽ ധ്യാനത്തിന് കടന്നു വന്ന 5 വേശ്യാ സ്ത്രീകൾ, 5 പേരും ഒരു പ്രധാനപ്പെട്ട ടൗണിൽ വ്യഭിചാരം ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളാണ്. അക്കൂട്ടത്തിൽ ഒരു സ്ത്രീക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അവരുടെ കൂടെ ഇപ്പോൾ ഭർത്താവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. എൻ്റെ അടുക്കൽ അവർ രണ്ടുപേരും പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അവരാദ്യമായിട്ട് അവർ ധ്യാനം കൂടുന്നത്. 2 പേരും ക്രിസ്ത്യാനികൾ തന്നെയാണ്. ആ സ്ത്രീ കണ്ണുനീരോടെ പറഞ്ഞ വാക്കുകളിതാ: ഞാൻ 5 പ്രസവിച്ചതാ. 5 പ്രസവിച്ച ഒരു സ്ത്രീയാണ് ഞാൻ. ഈ 5 കുട്ടികളുടെയും പിതാവ് ആരാണെന്ന് എനിക്കറിയത്തില്ല. 5ാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ ആ കുഞ്ഞിന് ഏകദേശം 1 വയസ്സോളമായിട്ടുണ്ട്. എവിടാണെന്നറിയത്തില്ല. എൻ്റെ 5 കുഞ്ഞുങ്ങളും ഏതോ അനാഥ മന്ദിരങ്ങളിലോ എവിടെയോ വളരുന്നുണ്ട്. എനിക്ക് കുഞ്ഞുങ്ങൾ എവിടാണെന്നറിയത്തില്ല. ഇത് പറഞ്ഞിട്ട് ആ സ്ത്രീ കരയുകയാണ്. ആ സ്ത്രീയുടെ കണ്ണുകളിലൂടെ കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകിയ, ഹൃദയം നുറുങ്ങി ആ സ്ത്രീ കരയുക. വ്യഭിചാരത്തിൻ്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന ആ സ്ത്രീയുടെ ഉള്ളിലെ അമ്മയുടെ ഭാവം, അമ്മയുടെ സ്നേഹം വെളിപ്പെടുകയാണ്. അവർ പറയുന്നു, ഞാൻ 1 വർഷം മുൻപ് പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടണം. 5 ദിവസം അവിടെ ഇരുന്ന് വചനം ശ്രവിച്ചപ്പോൾ ആ സ്ത്രീ ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കുകയാ. ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് ആ സഹോദരി കടന്നു വന്നു. അവരെല്ലാവരും, ആ സഹോദരിമാരൊക്കെ പ്രാർത്ഥിക്കാൻ വന്നു. അവരെടുത്ത തീരുമാനം എന്താണെന്നറിയാമോ? ദൈവസന്നിധിയിൽ ഇനി ഈ പാപത്തിന്റെ വഴികളിൽ ഞങ്ങൾ ജീവിക്കത്തില്ല. ധ്യാനം കഴിഞ്ഞ് ആ ധ്യാനത്തിന് കൊണ്ടുവന്ന സഹോദരൻ അവരെ മടക്കി കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം സഹോദരൻ എന്നോട് പങ്കുവെച്ചത് ഈ 5 സ്ത്രീകളെയും പല സ്ഥലങ്ങളിൽ ആക്കി. അവരെല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കുന്നു. അവർ ഇനി ഒരിക്കലും ശരീരം വിറ്റ് ജീവിക്കത്തില്ല. യേശുവിന് വേണ്ടി ജീവിക്കുന്ന അവർ തീരുമാനമെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താമോ? അധരമൊന്ന് തുറന്നേ, സ്വരമുയർത്തി യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരുണയായിരിക്കണമേ. വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ജനത്തിന് മേൽ ആത്മാവിനെ പകരണമേ. അനുതാപത്തിന്റെ അഭിഷേകം, ദൈവസ്നേഹത്തിന്റെ അഭിഷേകം, ഒരിക്കലും അസ്തമിക്കാത്ത ക്രിസ്തുവിന്റെ സ്നേഹം ഈ ജനത്തിന് മേൽ നിറയട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ സംഭവം നിങ്ങളോട് പങ്കുവെച്ചതിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ട്. പോക്കറ്റടിക്കാരും മദ്യപാനികളും കഞ്ചാവ് വിൽപ്പനക്കാരും വ്യഭിചാരത്തിൽ ജീവിക്കുന്ന സ്ത്രീകളും ഇതാ 5 ദിവസത്തെ
ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ 5 ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വചനം കേട്ടപ്പോൾ അവർ പാപത്തിൻ്റെ ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് അവർ കടന്നു വന്നപ്പോൾ ഉറച്ച തീരുമാനമെടുക്കുന്നു, ഇനി ഈ ശരീരം വിറ്റ് ഞങ്ങൾ ജീവിക്കത്തില്ല. അവർ ഈ ഒരു മടങ്ങിവരവിലേക്ക് വന്നതിൻ്റെ പിന്നിൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? അവർ ദൈവത്തിൻ്റെ വചനം 5 ദിവസം ശ്രമിച്ചു. ക്രിസ്തുവിൻ്റെ ആഴമായ ഒരു സ്പർശന അനുഭവം അവരുടെ ഹൃദയത്തിൻ്റെ മേൽ സംഭവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുങ്കക്കാരെയും പാപികളെയും വേശ്യകളെയും സ്നേഹിക്കുന്നവൻ, മദ്യപാനികളെ വ്യഭിചാരികളെ സ്നേഹിക്കുന്നവൻ, പാപത്തിന്റെ അടിമത്വത്തിൽ ജീവിക്കുന്ന മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു. ഈ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും എന്ന് സാധിക്കുന്നു, അന്ന് മുതൽ എൻ്റെയും നിങ്ങളുടെയും കുടുംബം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ മക്കൾ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. പലരും അനുഗ്രഹം ആഗ്രഹിക്കുന്നുണ്ട്, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടും അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ? നമുക്ക് അനുഗ്രഹം മാത്രം മതി. അനുഗ്രഹം നമുക്ക് നൽകുന്ന അനുഗ്രഹദാതാവായ ക്രിസ്തുവിനെ സ്വന്തമാക്കി ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നു, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നു. മക്കൾക്ക് നമ്മൾ ബാക്കിയെല്ലാം കൊടുക്കുന്നുണ്ട്, പലരും മക്കൾക്ക് യേശുവിനെ കൊടുക്കാൻ മറന്നു പോകുക. യേശുവിനെ കൊടുക്കുവാനായിട്ട് മറന്നു പോകുന്ന മാതാപിതാക്കന്മാർ ഓർത്തുകൊള്ളുക, ഒരിക്കൽ നിങ്ങൾ ദൈവസന്നിധിയിൽ കരയേണ്ടി വരും. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമീരട്ടെ. തളർച്ച വിട്ടുമാറട്ടെ, മടുപ്പ് വിട്ടുമാറട്ടെ, മന്ദത വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചൊന്ന് സ്തുതിക്കാമോ? ശക്തമായിട്ട് കരമടിച്ച്, കരമൊന്ന് ഉയർത്തിയടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വചനം പറയുന്നു, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അവരോട് അനുകമ്പ തോന്നി. അവർ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ഇടയനെ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെയാണ് യേശു കാണുന്നത്. ഇടയനെ നഷ്ടപ്പെട്ട ആ സമൂഹത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നുന്നു. അവർ പരിഭ്രാന്തരായിരുന്നു, അവർ നിസ്സഹായരായിരുന്നു. എന്നും മനുഷ്യരോട് കരുണ കാണിക്കുന്ന ദൈവം, മനുഷ്യന്റെ വേദനയിൽ അനുകമ്പ കാണിക്കുന്ന ദൈവം, പാപികളെ സ്നേഹിക്കുന്ന ദൈവം യേശു ആണിത്. ഈ യേശുവിനെ ആർക്ക് നിങ്ങൾ പരിചയപ്പെടുത്തുന്നോ അവർ യേശുവിനെ സ്വന്തമാക്കും. നമ്മുടെ ഭാരതത്തിൽ ജീവിക്കുന്ന ജനകോടികള് ക്രിസ്തുവിനെ അറിയാത്തവരുണ്ട്. യേശു എന്ന നാമം പോലും കേൾക്കാത്ത ജനകോടികൾ ഈ ഭാരതത്തിലുണ്ട്. ഇവർക്ക് ആര് യേശുവിനെ കൊടുക്കും? ഇവരോട് യേശു എന്ന ദൈവത്തെക്കുറിച്ച്, ഇത്രമാത്രം സ്നേഹിക്കുന്ന, കരുണ കാണിക്കുന്ന ദൈവത്തെക്കുറിച്ച് ആര് പറഞ്ഞു കൊടുക്കും? ഇത് എൻ്റെയും നിങ്ങളുടെയും കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇത് നമ്മൾ ആരംഭിക്കുമ്പോൾ മുതൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോവുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പങ്കുവെക്കുകയാണ്. ശക്തമായ ഒരു ദൈവാനുഭവം ഉണ്ടായി. ആ മകൻ പറയുകയാണ്, ഞാൻ 2 അക്രൈസ്തവരോട് യേശുവിനെ കുറിച്ച് ഇങ്ങനെ പങ്കുവെച്ചു, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. ഞാനത് പങ്കുവെക്കുമ്പോൾ തന്നെ അവർ കരയുന്ന ഒരനുഭവം. യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവർ കരയുക. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, യേശുവിൻ്റെ കരുണയെക്കുറിച്ച് കേട്ടപ്പോൾ അവർ കരയുന്ന ഒരനുഭവം ഉണ്ടായി. ആ സഹോദരൻ പറയുന്നു, ആ അക്രൈസ്തവ സഹോദരങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ചു വന്നു. യേശുവിൻ്റെ കരുണയെക്കുറിച്ച്, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, യേശു നൽകുന്ന
രക്ഷയെക്കുറിച്ച് നമ്മൾ വാ തുറന്ന് പറയണം. വാ തോരാതെ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറയുവാൻ തീരുമാനമെടുക്കണം. ഈ ഭാരതത്തിന്റെ മണ്ണിൽ ക്രിസ്തുവിനെ അറിയാത്ത ജനകോടികളുണ്ട്. ഇവർക്ക് ക്രിസ്തുവിനെ കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. എല്ലാ മാധ്യമങ്ങളിലൂടെയും ഏതൊക്കെ വിധത്തില് യേശുവിനെ പരിചയപ്പെടുത്താമോ അങ്ങനെയൊക്കെ യേശുവിനെ പരിചയപ്പെടുത്താനുള്ള ഒരു കഠിനാധ്വാനത്തിലേക്ക് വിശ്വാസികളുടെ സമൂഹം കടന്നു വരണം. നമ്മളെല്ലാവരും കർത്താവിന് വേണ്ടി വേല ചെയ്യേണ്ടവരാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. യേശുവിനെ, രക്ഷകനെ ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള വഴികൾ നമ്മൾ തേടണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം, അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരമെത്തി പിടിച്ച് കർത്താവായ യേശുവേ, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തിൽ നിന്ന് ദൈവവേലയ്ക്കായി എൻ്റെ മക്കളെ അങ്ങ് തിരഞ്ഞെടുക്കണമേ. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവും യേശുവിന് വേണ്ടി വേല ചെയ്യും. ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. കർത്താവേ, ഈ ജനത്തോട് കരുണ കാണിക്കണമേ, അനുകമ്പ കാണിക്കണമേ. പരിശുദ്ധാത്മാവേ, കർത്താവേ, ഞങ്ങളുടെ ശക്തി അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായ അഭിഷേകം ഇവിടെ വ്യാപരിക്കട്ടെ. മനസ്സിന്റെ കെട്ടുകഴിയട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. ആത്മാവിന്റെ ശക്തി കൊണ്ട് ഈ സമൂഹം നിറയട്ടെ. ദൈവരാജ്യ ശുശ്രൂഷയുള്ള വലിയൊരു അഭിഷേകം ഈ സമൂഹത്തിന് മേൽ നിറയ്ക്കണമേ. കരമടിച്ചൊന്ന് സ്തുതിച്ചേ. ശക്തമായിട്ടുള്ള കരമടിക്കട്ടെ. ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 36-ാമത്തെ വചനമാണ് നമ്മൾ കേട്ടത്. 37-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, വിളവധികം വേലക്കാർ ചുരുക്കം. വിളവ് അധികം, വേലക്കാർ ചുരുക്കം. വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക. വിളവധികം, വേലക്കാർ ചുരുക്കം. വിളവ് അധികം, വേലക്കാർ ചുരുക്കം. നമ്മുടെ ഈ ഭാരതത്തിൽ 2-2.5% ഉള്ളൂ ക്രൈസ്തവ സമൂഹം. ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് നമ്മൾ. ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനം വേണം ഈ ഭാരതത്തെ സുവിശേഷവൽക്കരിക്കുവാൻ. ഭാരതത്തിലെ ജീവിക്കുന്ന, ഭാരതത്തിൻ്റെ മണ്ണിലെ മക്കൾ ഓരോരുത്തരും ക്രിസ്തുവിനെ അറിയണമെന്നുള്ള ഒരു വലിയ ദാഹം നമ്മുടെ ഉള്ളിൽ നിറയേണ്ടിയിരിക്കുന്നു. ഭാരതത്തിൽ സുവിശേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ വേണ്ടി യേശു നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുക. വിളവധികം, വേലക്കാർ ചുരുക്കം. ഭരതകരെ പിടിച്ചു പറഞ്ഞേ, വിളവധികം, വേലക്കാർ ചുരുക്കം. വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, വേല ചെയ്തിരുന്ന അനേകം സുവിശേഷകർ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്തിരുന്ന അനേകം ശുശ്രൂഷകർ വീണുപോയിട്ടുണ്ട്. അനേകം ശുശ്രൂഷകർ വീണു പോകുന്നത് ഒരുപക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്കറിയാം. വീണുപോയ സുവിശേഷകരുടെ ഒരു പുത്തൻ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു സുവിശേഷകൻ, ദൈവവചന ശുശ്രൂഷകൻ, ദൈവത്തിനു വേണ്ടി വേല ചെയ്യുന്ന, ജീവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തി തകർന്നു വീഴുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ആ വ്യക്തിയിലൂടെ യേശുവിനെ നേടാനുള്ള അനേകം ആത്മാക്കളെ സാത്താൻ തൻ്റെ പിടിയിലാക്കുകയാണ്. സുവിശേഷ പ്രഘോഷകർ, ദൈവരാജ്യത്തിലെ ശുശ്രൂഷകർ വീണു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ
ഉണർവോടെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ ഹൃദയത്തിലൊരു ഉറച്ച തീരുമാനമെടുക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരെ നിങ്ങൾ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എഫേസോസ് 6:19 പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, ഞാൻ വാ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുവിശേഷ വേല ചെയ്യുന്ന ഒറ്റ വ്യക്തി പോലും തകർന്നു വീഴാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഒരു സുവിശേഷ പ്രഘോഷകൻ തകർന്നു വീഴുമ്പോൾ യേശുവിന് നഷ്ടമാവുന്നത് അനേകം ആത്മാക്കളെയാണ്. സുവിശേഷ പ്രഘോഷകനിലൂടെയാണ് ലോകം മുഴുവൻ സുവിശേഷം എത്തിച്ചേരുന്നത്. അനേകം സുവിശേഷകർ ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തിൽ സുവിശേഷ പ്രഘോഷകർ ഉണ്ടാകണം. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാർ ആഗ്രഹിക്കണം, എൻ്റെ മകൻ എൻ്റെ മകൾ സുവിശേഷ വേല ചെയ്യണം, എൻ്റെ മക്കൾ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാർ ഒന്ന് കരമെടുത്ത് പിടിക്കാമോ? മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കളെ കർത്താവിന് കൊടുത്തിരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ എൻ്റെ മക്കളെ സുവിശേഷ വേലയ്ക്ക് തിരഞ്ഞെടുക്കണം. കരമെടുത്ത് പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരെയും ഭവനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അങ്ങ് തിരഞ്ഞെടുക്കണമേ. ഞങ്ങളുടെ മക്കളെ ദൈവരാജ്യത്തിന് ശുശ്രൂഷരാക്കി അങ്ങ് മാറ്റണമേ. സ്തുതിപ്പ് ശക്തമായിട്ട്. ഹല്ലേലൂയ. അധരമൊന്ന് തുറന്ന് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ, എൻ്റെ മക്കളെ, എൻ്റെ കൊച്ചുമക്കളെ ദൈവ ശുശ്രൂഷകരായി അങ്ങ് തെരഞ്ഞെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ ശുശ്രൂഷകന്റെ മഹത്വം നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കൾ ദൈവ ശുശ്രൂഷകർ ആയിത്തീരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാത്തത്. ഹല്ലേലൂയ. ഓരോ വചന ശുശ്രൂഷകനും കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഓരോ വ്യക്തികളും, അതേത് ശുശ്രൂഷയുമാവട്ടെ, അവർ കർത്താവിൻ്റെ കണ്ണിലെ കൃഷ്ണമണികളാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് ഓരോ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകനും. അപ്പം നമ്മുടെ ഭവനത്തിൽ ഒരു ദൈവരാജ്യ ശുശ്രൂഷകനുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ കുടുംബം കർത്താവിൻ്റെ സ്പെഷ്യൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ആ കുടുംബത്തിന് മേൽ കർത്താവിൻ്റെ കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ ഒരു ശുശ്രൂഷകൻ ദൈവവേല ചെയ്യുന്ന വ്യക്തിയുണ്ടോ, ആ കുടുംബത്തെ കർത്താവ് പ്രത്യേകമായിട്ട് നോട്ടമിട്ടിരിക്കുന്നു. യെശയ്യാ 26:1 പറയുന്നു, നിങ്ങൾക്ക് രക്ഷ നൽകാൻ വേണ്ടി കർത്താവ് കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു. ഓരോ ദൈവരാജ്യ ശുശ്രൂഷകന്റെ ഭവനത്തിനും കർത്താവ് കോട്ട കെട്ടിയാ സംരക്ഷിക്കുന്നത്. ഞാനൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ധ്യാനം നടക്കുമ്പോൾ ആരാധനയിലെ ടീമുകൾ ഇങ്ങനെ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഏറ്റവും പുറകെ ഞാൻ മുട്ടയിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തമായൊരു സന്ദേശം തരികയാണ്. ആ സന്ദേശം ഇതാണ്: 20 വർഷം കൊണ്ട് നീ ചെയ്യാനുള്ളത് 10 വർഷം കൊണ്ട് ചെയ്യണം. പരിശുദ്ധാത്മാവ് പറയുക, 20 വർഷം കൊണ്ട് നീ ചെയ്യാനുള്ളത് നീ 10 വർഷം കൊണ്ട് ചെയ്യണം. അതിൻ്റെ അർത്ഥം ഇതാണ്: അത്രമാത്രം തീഷ്ണതയോടുകൂടി കർത്താവിന് വേണ്ടി നീ വേല ചെയ്യണമെന്ന. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശുശ്രൂഷകൻ തീഷ്ണത ഉള്ള വ്യക്തിയായിരിക്കണം. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ടവർ ആരൊക്കെയാ? നമ്മളെല്ലാവരും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ടത്. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാനുള്ള വിളിയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ ഇങ്ങനെ എന്നോട് പങ്കുവയ്ക്കുകയാണ്. അമ്മച്ചി പറഞ്ഞതാണ്, എൻ്റെ ഭർത്താവ് ജോലിക്ക് പോവും, മക്കള് എല്ലാവരും പഠിക്കാൻ പോവും. അത്യാവശ്യം പണികളെല്ലാം തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഈ അമ്മയുടെ ജോലി എന്താണെന്നറിയാമോ? മധ്യസ്ഥ പ്രാർത്ഥന. വീട്ടിൽ നിന്ന് ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ജപമാല ചൊല്ലി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരു വീട്ട, മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാർക്കും ഇത് ചെയ്യാൻ സാധിക്കും. സുവിശേഷ വേലയുടെ
ശക്തിയെക്കുറിച്ച്, സുവിശേഷ വേലയുടെ മഹത്വത്തെക്കുറിച്ച് വിശ്വാസികൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്താണ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികൾ വെളിപ്പെടുന്നത്. ഒരു 3 മാസം ആയിട്ടുണ്ട് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരൻ. ആ ധ്യാനത്തിൽ 10-40 കിടപ്പുകളുണ്ട്. തളർന്നവരും ക്യാൻസർ ബാധിച്ചവരുമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇടവേള സമയത്ത് അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഒരു സഹോദരന് ഇങ്ങനെ കിടക്കുന്നു. ഞാൻ അടുത്ത് നിൽക്കുന്ന ഭാര്യയോട് ചോദിച്ചു, എന്ത് പറ്റുക? ആ സഹോദരന്, എൻ്റെ പേര് റോയി എന്നാണ്, 2ാം നിലയിൽ നിന്ന് വീണ് നട്ടെല്ല് ഒടിഞ്ഞിട്ട് ഇങ്ങനെ തളർന്ന് കിടക്കുക. 18 വർഷമായി ഈ സംഭവം നടന്നിട്ട്. ഈ മകൻ വിവാഹം കഴിഞ്ഞ് 6 മാസമായപ്പോഴാണ് ഈ അപകടമുണ്ടായി നട്ടെല്ലൊടിഞ്ഞ് കിടപ്പായത്. അന്ന് ഭാര്യ ഗർഭിണിയാണ്. ഈ സഹോദരി പറയുന്ന, അതിനുശേഷം ഈ ഭർത്താവ് എണീറ്റിട്ടില്ല, കിടന്ന് കിടപ്പിൽ കിടക്കുന്നു, ആഹാരം കൊടുക്കുന്നു, അങ്ങനെ മലമൂത്ര വിസർജനം എടുക്കണം, ഇതേ കിടപ്പാണ്, വേറെ ഒരു വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, യേശു സൗഖ്യമാക്കും. ഈ മകന് വേണ്ടി, റോയി എന്നാണ് പേര്, ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കർത്താവ് ആ മകനെ തൊട്ടു. പ്രേക്ഷിതരോട് പറഞ്ഞു ആ ചേട്ടനെ എഴുന്നേൽപ്പിക്കാൻ. ഉടനെ ആ ചേച്ചി പറഞ്ഞു, ബ്രദറെ, ആൾ എഴുന്നേൽക്കത്തില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് തൊട്ടതാ, എണീപ്പിച്ചോളാൻ പറഞ്ഞു. ആ മകനെ പിടിച്ച് അവരെ എഴുന്നേൽപ്പിച്ചിരുത്തി, പിടിവിട്ടു. ആളിന് നട്ടെല്ലൊടിഞ്ഞത് കൂടിച്ചേർന്നു. പിടിച്ചെഴുന്നേൽപ്പിച്ച് നിർത്താൻ പറഞ്ഞു. പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ ആളിന് നിൽക്കാം. 18 വർഷം മുമ്പ് വീഴ്ചയിൽ ഒടിഞ്ഞ നട്ടെല്ല് കർത്താവ് അപ്പോൾ തന്നെ സൗഖ്യമാക്കിയ അടുത്ത നിമിഷം ഈ സഹോദരന്റെ ഭാര്യ വാവിട്ട് കിടന്ന് കരയുക, നിലവിളിക്കുക കിടന്ന്. എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, 18 വർഷമായിട്ട് നട്ടെല്ല് ഒടിഞ്ഞു കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിവാഹം കഴിഞ്ഞ 6ാം മാസത്തിലാണ് വീണ് നട്ടെല്ലൊടിഞ്ഞ്. റോയിയെ 18 വർഷമായിട്ട് കൂടെ നിന്ന് ശുശ്രൂഷിക്കുന്ന ആ സ്ത്രീയുടെ മനസ്സ് എത്ര വലിയ മനസ്സാണത്! ഹല്ലേലൂയ. അവൾക്ക് ഈ ഭർത്താവിനെ 18 വർഷമായിട്ട് ശുശ്രൂഷിക്കണമെങ്കിൽ അവള് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമായ ഒരു അനുഭവത്തിലൂടെയാണ് ജീവിക്കുന്നത്. ഒരു ആൺകുട്ടിയെ അവൾ പ്രസവിച്ചു. അവൻ +2 പഠിക്കുന്നു. ഈ സംഭവം പിറ്റേ ദിവസം തന്നെ ഇവൻ്റെ ഈ മോനും, റോയുടെ മോനും അമ്മയും എല്ലാം കൂടി ധ്യാനകേന്ദ്രത്തിൽ വന്നു. 18 വയസ്സുള്ള +2 പഠിക്കുന്ന മിടുക്കൻ ഒരു ചെറുപ്പക്കാരൻ. അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നട്ടെല്ലൊടിഞ്ഞ അപ്പനിത എണീറ്റിരിക്കുന്ന കാഴ്ച. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതെപ്പോഴാ സംഭവിച്ചത്? ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ആ മകൻ്റെ മേലെ ഇറങ്ങി വന്നു. വചനം ശ്രവിച്ച ആ മകൻ വിശ്വാസത്തിലേക്ക് വന്നു. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം പറയുന്നു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. പ്രസംഗത്തിൽ നിന്ന് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ വ്യക്തികൾ വിശ്വാസത്തിലേക്ക് വരികയാണ്. ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കപ്പെടണം. ഇപ്പോൾ പ്രസംഗിക്കുന്നവരെ കൊണ്ട് ഈ ഭാരതത്തിൽ മുഴുവൻ പ്രസംഗിക്കാൻ പറ്റുമോ? പറ്റില്ല. അനേകായിരം സുവിശേഷകര് ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. അനേകം സുവിശേഷകരുണ്ടാകണം. യേശു ക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വ്യക്തിയും സുവിശേഷം പ്രസംഗിക്കുവാൻ, സുവിശേഷ വേല ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞ് എന്ന് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു, അപ്പോൾ മുതൽ നമ്മളും നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. നമ്മൾ മുട്ടുമടക്കി കരമുയർത്തി പിടിക്കുമ്പോൾ തന്നെ സ്വർഗം തുറന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 116-ന്റെ 6-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, കർത്താവ് നിലം പറ്റുവരെ എണീൽപ്പിക്കുന്നു. കരമെത്തി പിടിച്ചു പറഞ്ഞേ, കർത്താവ് നിലം പറ്റുവരെ എണീൽപ്പിക്കുന്നു. കർത്താവ് നിലം പറ്റുവരെ എണീൽപ്പിക്കുന്നു.
നിലം പറ്റുവര് കർത്താവ് എഴുന്നേൽപ്പിക്കും. കർത്താവ് എഴുന്നേൽപ്പിക്കും, ഉറപ്പാണത്. എഴുന്നേൽക്കുന്നതിന് മുൻപ് ആ വ്യക്തി ദൈവത്തിൻ്റെ വചനം ഒന്നിന് വായിക്കണം, അല്ല ദൈവത്തിൻ്റെ വചനം കേൾക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്നുകിൽ ആ വ്യക്തി വചനം വായിക്കുക, അല്ലെങ്കിൽ ആ വചനം എവിടെയെങ്കിലും, ആ വ്യക്തി ദൈവത്തിൻ്റെ വചനം എവിടെയെങ്കിലും വെച്ച് കേൾക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാണ് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. നിലം പറ്റിയവരെ കർത്താവ് ഈ രാത്രിയിൽ എണീപ്പിക്കാൻ പോകുകയാണ്. നിലം പറ്റവർ, സാമ്പത്തികമായിട്ട് തകർന്ന് നിലം പറ്റവർ. കഴിഞ്ഞ മാസം നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു മകൻ, ആ മകൻ വന്ന് കണ്ണുനീരോടെ പറഞ്ഞ അനുഭവം ഇതാണ്. ബിസിനസ് തകർന്ന് 5 കോടി രൂപ കടബാധ്യത, ക്യാൻസർ ബാധിച്ചിരിക്കുന്നു, കരളിൽ ക്യാൻസർ രോഗം, 5 കോടി രൂപ കടബാധ്യത, കരളിൽ ക്യാൻസർ ബാധിച്ച ആ മകന് 5 ദിവസം വരുന്ന ദൈവത്തിൻ്റെ വചനം കേട്ടുകഴിഞ്ഞപ്പോൾ അവൻ പറയുന്നു, യേശു എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് എനിക്കുറപ്പുണ്ട്. അതാണ് വിശ്വാസത്തിലേക്ക് വരിക. വചനം ശ്രവിച്ചപ്പോൾ വിശ്വാസത്തിലേക്ക് വന്നത്. ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിലെ ചിന്ത ആത്മഹത്യയെ കുറിച്ചായിരുന്നു. 5 കോടി രൂപ കടബാധ്യത, ക്യാൻസർ ബാധിച്ച ആ മനുഷ്യന്റെ മനസ്സു നിറയുള്ള ചിന്ത ഇതാ, ഇനി തിരിച്ചു വീട്ടിലേക്ക് പോകരുത്, എവിടെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കണമെന്ന് മനസ്സ് തീരുമാനിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം ശ്രമിച്ച് ശക്തി പ്രാപിച്ചു. നീലം പറ്റുവരെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവ് ഇവിടെയുണ്ട്. നീലം പറ്റുവരെ കർത്താവ് ഈ രാത്രിയിൽ എഴുന്നേൽപ്പിക്കാൻ പോകുക. ഇത് അനുഗ്രഹത്തിൻ്റെ രാത്രിയാ, ഇത് അനുഗ്രഹത്തിൻ്റെ രാത്രിയാ. നീലം പറ്റുവരെ കർത്താവ് എഴുന്നേൽപ്പിക്കും. കടബാധ്യത തകർന്നവര്, ബിസിനസ് തകർന്നവര്, രോഗത്താൽ വിഷമിക്കുന്നവര്, ഡോക്ടർ പറയുന്നു ഇനി നിനക്ക് രക്ഷയില്ല. ഡോക്ടർ പറയുന്നു ഇനി പ്രതീക്ഷിക്കാനൊന്നുമില്ല, കൂടിയാൽ ഒരു 3 മാസം അല്ലെ 6 മാസമേ നിനക്ക് ആയുസുള്ളൂ. ഡോക്ടർ തീരുമാനിക്കാൻ വരട്ടെ. അവസാനത്തെ വാക്ക് യേശു ക്രിസ്തുവിൻ്റെ വാക്കാ. യേശു എന്തു തീരുമാനിക്കുന്നോ അതേ ഇവിടെ നടക്കത്തുള്ളൂ. യേശു എന്തു തീരുമാനിക്കുന്നോ അതേ നടക്കത്തുള്ളൂ. വൈദ്യശാസ്ത്രം അവർ പഠിച്ചത് വെച്ചാണ് പറയുന്നത്, ആയുസ് അവർ തീരുമാനിക്കുന്നത്. പക്ഷേ വൈദ്യശാസ്ത്രം കൈവിട്ട എത്രയോ രോഗികൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കാമോ? കരമൊന്ന് ഉയർത്തിവെച്ച് അവസാനത്തെ വാക്ക് യേശു ക്രിസ്തുവിന്റെ വാക്ക്. യേശു തീരുമാനിക്കുന്നത് ഇവിടെ നടക്കത്തുള്ളൂ. അവനാണ് രക്ഷകൻ. ഹല്ലേലൂയ. യേശു എന്ത് തീരുമാനിക്കുന്നോ അതേ ഇവിടെ നടക്കത്തുള്ളൂ. അവസാനത്തെ വാക്ക് യേശു ക്രിസ്തുവിൻ്റെ വാക്കാ. അവൻ തീരുമാനിക്കുന്നതിൻ്റെ അപ്പുറം ഈ ഭൂമിയിൽ ഒന്നും നടക്കത്തില്ല. കാരണം അവൻ ലോകത്തിൻ്റെ രക്ഷകനാണ്, അവൻ രാജാക്കന്മാരുടെ രാജാവാണ്, അവൻ സർവശക്തനാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം പറയുന്നു, കരയാതിരിക്കൂ, യൂദാ ഗോത്രത്തിലെ സിംഹം, ദാവീദിൻ്റെ വേരുള്ളവൻ വിജയിച്ചിരിക്കുന്നു. യൂദാ വംശത്തിൻ്റെ സിംഹം, യൂദാ ഗോത്രത്തിൽ ജനിച്ച ക്രിസ്തു, അവൻ സിംഹമാ. ഹല്ലേലൂയ. അവൻ എന്തു പറയുന്നോ അതേ ഈ ഭൂമിയിൽ നടക്കത്തുള്ളൂ. അവൻ്റെ വാക്കിൻ്റെ അപ്പുറം മറ്റൊരു വാക്കില്ല. വിശ്വസിക്കുന്നവർ കരമടിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ടീമിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ, ആ മകന് ധ്യാനിക്കാൻ വരുമ്പോൾ അസ്ഥികൾക്ക് ക്യാൻസർ, അതുമാത്രമല്ല ബ്ലഡ് ക്യാൻസർ, ഈ ഇടുപ്പലുകളെല്ലാം ദ്രവിച്ചുപോയി, പൂർണ്ണമായിട്ട് കിടപ്പ്. ഡോക്ടേഴ്സ് കൈവിട്ടു. അവസാനം ഡോക്ടർ പറയുന്നു, നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോക്കൂ, പരമാവധി 2 ദിവസമേ ഈ മകൻ ജീവിക്കത്തുള്ളൂ. വീട്ടിൽ കൊണ്ടുവന്നു. അന്നേരമാണ് നമ്മുടെ ധ്യാനത്തെക്കുറിച്ച് അറിയുന്നത്. കൊണ്ടുവന്ന് ധ്യാനത്തിൽ കിടത്തി. സൗഖ്യ ആരാധന, ദിവ്യകാരുണ്യ ആരാധനയിൽ ആദ്യത്തെ സന്ദേശം ഇതായിരുന്നു, ഈ മകനെ കർത്താവ് തൊടുന്നു. യേശു ആ മകനെ തൊടുകയാണ്. 2 ദിവസത്തെ ആയുസ് പറഞ്ഞ് ധ്യാനത്തിൽ കൺവെൻഷൻ പങ്കെടുത്ത ആ മകനെ യേശു തൊട്ടു. ഇന്ന് ആ സഹോദരൻ
എൻ്റെ ടീമിൽ ആയിട്ട് 2 വർഷം കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ടീമിലെ ശക്തനായ ശുശ്രൂഷകനാണ്. 2 ദിവസത്തെ ആയുസ് പറഞ്ഞ് വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച ആ മകനെ ദിവ്യകാരുണ്യ ആരാധനയിൽ യേശു തൊട്ടു. 9 ലക്ഷം രൂപ വേണം ഇടുപ്പല്ലുകൾ മാറ്റിവെക്കാൻ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്ന. സൗഖ്യപ്രാർത്ഥന കഴിഞ്ഞു. ആ മകൻ എണീറ്റു. ബെൽറ്റുകളൊക്കെ അഴിച്ചു മാറ്റി. അത്ഭുതമായ കർത്താവിൻ്റെ സ്പർശനമുണ്ടായി. പിന്നീടുള്ള പരിശോധനയിൽ ആ മകൻ്റെ അസ്ഥികൾക്ക് ക്യാൻസറില്ല, ദ്രവിച്ചു പോയ ഇടുപ്പല്ലുകളെല്ലാം യേശു പുനഃസൃഷ്ടിച്ചു. ഹല്ലേലൂയ. ബ്ലഡ് ക്യാൻസർ ഇല്ല. അത്ഭുതകരമായ സൗഖ്യത്തിലേക്ക് ആ മകനെ കർത്താവ് നയിക്കുക. ആ മകൻ ഇന്ന് നല്ല പ്രേക്ഷന. 2 വർഷങ്ങൾ പിന്നിട്ടു. നമ്മുടെ ടീമിൽ ശക്തമായിട്ട് ആ മകൻ ശുശ്രൂഷയ്ക്കുണ്ട്. ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞത്, അവസാന വാക്ക് യേശു ക്രിസ്തുവിൻ്റെ വാക്ക. യേശു എന്തു തീരുമാനിക്കുന്നോ അതേ നടക്കത്തുള്ളൂ. അല്ലാതെ എത്ര മിടുക്കന്മാർ, എത്ര വിദ്യാഭ്യാസമുള്ളവർ, എത്ര ഉന്നതന്മാർ എന്തു തീരുമാനിച്ചാലും യേശു ഒപ്പിടാതെ ഒരു കാര്യം നടക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ വാക്കിന് വിലയുണ്ട്, അവൻ്റെ വചനത്തിന് വിലയുണ്ട്. അവൻ എന്തു പറയുന്നോ അതേ നടക്കത്തുള്ളൂ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ശാലോം ടെലിവിഷനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഉറച്ചു വിശ്വസിച്ചുകൊള്ളുക. ഈ രാത്രി കർത്താവ് നിന്നെ സന്ദർശിക്കാൻ വരും. ഈ രാത്രിയിൽ യേശു മുറിവേറ്റ കരം നിന്റെ മേൽ വയ്ക്കും. വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികൾ, തറ പറ്റുവരെയൊക്കെ ഈ രാത്രിയിൽ കർത്താവ് എണീപ്പിക്കാനായിട്ട് പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷേ വിവാഹം കഴിഞ്ഞു വർഷങ്ങളായി, ഡോക്ടർ പറയുന്നു ഇനി ഒരു കുഞ്ഞു ജനിക്കാൻ ഒരു സാധ്യതയുമില്ല, ഉറപ്പിച്ചു തീരുമാനിക്കാൻ വരട്ടെ. ഡോക്ടർ പറയുന്നു ഇനി ഒരു സാധ്യതയില്ല, നിങ്ങൾക്കത് വിശ്വസിക്കാൻ വരട്ടെ. അവസാനത്തെ തീരുമാനം കർത്താവിൻ്റെ തീരുമാനം. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച, ഇനി ഒരിക്കലും മക്കൾ ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞ എത്രയോ പേർക്ക് യേശു തൻ്റെ കരം നീട്ടി അനുഗ്രഹിച്ച് സമർത്ഥമായിട്ട് മക്കളെ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നിങ്ങൾ ആഴമായ ഒരു വിശ്വാസത്തിലേക്ക് വരണം. എൻ്റെ കർത്താവ് ഈ രാത്രി എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. വിശ്വസിക്കുന്നവർ ഒന്ന് കരം വീശി കാണിച്ച്, എനിക്ക് വേണ്ടി കർത്താവ് ഒരത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുക. നന്നായിട്ട് കൈവീശിക്കേ. ഉറപ്പാണിത്. ഈ രാത്രി കർത്താവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രവർത്തിക്കാൻ പോവുക. മർക്കോസിന്റെ സുവിശേഷത്തില് 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വചനം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് അവസാനമായിട്ട് കൊടുത്ത ഒരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്വപ്നമാണ്. അതെന്താ പറഞ്ഞത്? നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. കാരണം ക്രിസ്തു നൽകുന്ന രക്ഷയെക്കുറിച്ച് ലോകം മുഴുവൻ അറിയണം. പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഇതാ. ലോകം മുഴുവൻ സുവിശേഷം എത്തിയതിനു ശേഷം യേശു വീണ്ടും വരും. ഉറപ്പാ, അവൻ വീണ്ടും വരും. അത് എന്നാണെന്ന് നമുക്കറിയത്തില്ല. ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കഴിയുമ്പോൾ കർത്താവ് വീണ്ടും വരും. ഈ സുവിശേഷം എങ്ങനെ നമുക്ക് എത്തിക്കാൻ സാധിക്കും? ലോകം മുഴുവൻ പോയി നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കപ്പെടുക, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കുറച്ച് ആളുകളുടെ മാത്രം ഒരു ഉത്തരവാദിത്വമാണെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാനായിട്ട് പാടില്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. യേശുവിന് വേണ്ടി നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി നിനക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? ഇത് നമ്മൾ കണ്ടുപിടിക്കണം. പ്രാർത്ഥിച്ച് കണ്ടുപിടിച്ചിട്ട് എനിക്ക് യേശുവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, അത് മുഴുവൻ നമ്മൾ ചെയ്തേ മതിയാവത്തുള്ളൂ. നമ്മൾ ഒരു വലിയ കഠിനാധ്വാനത്തിൻ്റെ നാളുകളിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ വൈദികരുടെ രക്തം വീണിട്ടുണ്ട്. ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ സിസ്റ്റേഴ്സിൻ്റെ രക്തം വീണിട്ടുണ്ട്. ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ അൽമായ സഹോദരങ്ങളുടെ രക്തം വീണിട്ടുണ്ട്. ആ രക്തം ഈ ഭാരതത്തിൻ്റെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാരതം സുവിശേഷവൽക്കരിക്കപ്പെടണം. ഭാരതത്തിലെ ജനകോടികൾ യേശുവിനെ അറിയണം. ഈ
വലിയ ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ നിറയണം. ഈ ഒരു വലിയ ദാഹം നിറഞ്ഞുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് ദൈവസന്നിധിയിലേക്ക് രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഭാരതം ക്രിസ്തുവിനെ അറിയണം. ഭാരതത്തിലെ ജനകോടികൾ യേശുവിനെ സ്വന്തമാക്കണം. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ഭാരതത്തിലെ ജനകോടികളെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കരുണയോടെ അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. ഭാരതത്തിലെ ജനകോടികൾ ക്രിസ്തുവിന്റെ സ്നേഹമറിയട്ടെ. യേശുവിന്റെ സ്നേഹത്തിലേക്ക് അവർ കടന്നു വരട്ടെ. ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു രക്ഷകനുണ്ടെന്ന് ലോകമറിയട്ടെ. പാപികളെ സ്നേഹിക്കുന്ന, രോഗികളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകം മുഴുവൻ അറിയട്ടെ. യേശുവേ, കരുണ വർഷിക്കണമേ. കരമടിച്ചൊന്ന് സ്തുതിച്ചേ. ആദ്യമേ നമ്മൾ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയണം. ദൈവത്തിൻ്റെ ആത്മാവാണ് യഥാർത്ഥത്തിൽ സുവിശേഷവൽക്കരണം നടത്തുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുവെങ്കിലേ നമുക്ക് ദൈവത്തെ കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ. ക്രിസ്തുവിനെ പ്രഘോഷിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയണം. നമ്മൾ ആദ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? അതെ, പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഒരു ജ്വലനമുണ്ടാകുന്നത്. യേശുവിനെ കൊടുക്കുവാൻ, യേശുവിനെ കുറിച്ച് പറയുവാൻ നമ്മുടെ ഉള്ളിൽ ഒരു ധൈര്യം. 2 തിമോത്തി 1:7 എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ, സ്നേഹത്തിൻ്റെ, ആത്മധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ് അവിടുന്ന് നമുക്ക് നൽകുന്നത്. ശക്തിയുടെ ആത്മാവ്, ആത്മധൈര്യത്തിൻ്റെ ആത്മാവ്, തീഷ്ണതയുടെ ആത്മാവിനെയാണ് അവിടുന്ന് നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നിറഞ്ഞ് നമ്മൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കണം. ഒരുപക്ഷെ ചിലർ വിചാരിക്കുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്നും അവൻ വഴി നിനക്ക് പാപമോചനമുണ്ടെന്നും അവനിലൂടെ നിത്യജീവനുണ്ടെന്നും നീ വാ തുറന്ന് പറഞ്ഞാൽ മതി. അതാണ് സുവിശേഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്തോസ് 15:16 ഇങ്ങനെ പറയുന്നു, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ആ ഉയർത്തെഴുന്നേറ്റ യേശു നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഉയർത്തെഴുന്നേറ്റ യേശു ഇവിടെയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നോ? യേശു ഇവിടെയുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശു ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ശക്തമായ ദൈവാനുഭവം ഇവിടെ സംഭവിക്കാനായിട്ട് പോകുകയാണ്. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് ലേഖനത്തിൽ 15:19 ഇപ്രകാരം പറയുന്നു, വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെ ബലത്താലും പരിശുദ്ധാത്മശക്തിയാലും എന്നിലൂടെ ക്രിസ്തു പ്രവർത്തിച്ചവ ഒഴികെ ഒന്നിനെക്കുറിച്ചും എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാനില്ല. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കും. വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താൽ പരിശുദ്ധാത്മശക്തിയാൽ എന്നിലൂടെ ക്രിസ്തു പ്രവർത്തിച്ചവ ഒഴികെ ഒന്നിനെക്കുറിച്ചും എനിക്ക് പ്രസംഗിക്കാനില്ല. ശിഷ്യന്മാരെ ഏൽപ്പിച്ച ദൗത്യമത ലോകം മുഴുവൻ പോയി നിങ്ങൾ പ്രസംഗിക്കണം, സുവിശേഷം പ്രസംഗിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 11:16 ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ സെന്റ് തോമസ് ഇപ്രകാരം പറയുകയാണ്, നമുക്കും അവനോടൊപ്പം മരിക്കാൻ പോകാം. ഭാരതത്തിന്റെ അപ്പസ്തോലനായ സെന്റ് തോമസിന്റെ അധരങ്ങളിലൂടെ പുറത്തു വന്ന വാക്കുകളാ ഇത്. നമുക്കും അവനോടൊപ്പം മരിക്കാൻ പോകാം.
ഒരു വ്യക്തി സുവിശേഷ വേലക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെടുവാൻ തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു എന്ന അർത്ഥം. ഹല്ലേലൂയ. ഞാൻ നടന്ന വഴിയിലൂടെ നിങ്ങളും നടക്കണം. യേശു നടന്ന വഴി സഹനത്തിൻ്റെ വഴിയാ, നൊമ്പരങ്ങളുടെ വഴിയാ, പീഡനത്തിൻ്റെ വഴിയാ, ഇടുങ്ങിയ വഴിയാ. ആ വഴിയിലൂടെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഓരോ വ്യക്തികളും നടക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങൾ, സഹനത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വരും. അതിനെ അതിജീവിക്കാനുള്ള ആത്മശക്തിയും ബലവും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ ബലപ്പെട്ടുകൊണ്ട് നമുക്ക് ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് സാധിക്കണം. നമുക്കും അവനോടൊപ്പം മരിക്കാൻ പോകാമെന്ന് സെന്റ് തോമസ് പറഞ്ഞത്. മരിക്കാൻ പോകാം. അത് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നുവെങ്കിൽ തിരിച്ചറിയുക, കർത്താവിനൂടെ മരിക്കാനുള്ള ഇറക്കമാണ് നമ്മൾ ഇറങ്ങുന്നത്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ളവരെന്ന് കരമേറ്റി കാണിച്ച്. കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ളവർ എല്ലാവരും തയ്യാറാ? ആ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാവണം നമ്മൾ. ഈ ലോകത്തിൻ്റെ കുറേ നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കി ആ സുരക്ഷിതത്വത്തിൽ ഇവിടെ ജീവിച്ച് മരിച്ചു പോകാനല്ല നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുള്ള പ്ലാൻ എന്താണെന്നറിയാമോ? നിങ്ങൾ ഓരോരുത്തരുടെയും കർത്താവിന് ആത്മാക്കളെ സ്വന്തമാക്കാനുണ്ട്. നിങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെയും യേശുവിന് ആത്മാക്കളെ സ്വന്തമാക്കാനുണ്ട്. നിന്നിലൂടെ കർത്താവിന് നേടിയെടുക്കേണ്ട ആത്മാക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ തിരിച്ചറിയണം, നീ അത്ര നിസ്സാരക്കാരനല്ല. നീ കർത്താവിന് വേണ്ടി ഇറങ്ങേണ്ട വ്യക്തിയാ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നു, എന്നെ കൊണ്ട് എന്ത് സാധിക്കും? എന്നെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് സുവിശേഷ വേല ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിലൂടെ സുവിശേഷത്തിന് വേണ്ടി നമ്മളെ അധ്വാനിപ്പിക്കുക. ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. നമ്മിലുള്ള ആത്മാവിൻ്റെ ശക്തിയാണ് അധ്വാനിക്കുന്നത്. യേശു തന്റെ ശിഷ്യന്മാർക്ക് സുവിശേഷ വേലയ്ക്ക് അയക്കാൻ നേരത്ത് കൊടുത്ത ചില അനുഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും, നിങ്ങൾ എൻ്റെ നാമത്തിൽ രോഗിയുടെ മേൽ കയ്യിൽ വയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും. അങ്ങനെ ചില വാഗ്ദാനങ്ങൾ യേശു നൽകിയിട്ടുണ്ട്. ദൈവരാജ്യത്തിൻ്റെ ഈ സുവിശേഷം വ്യാപിക്കാതിരിക്കാൻ വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന തിന്മയുടെ അരൂപികളുണ്ട്, തിന്മയുടെ ശക്തികൾ. മർക്കോസിന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്: ശക്തനായ ഒരുവന്റെ വീട്ടിൽ കവർച്ച നടത്തുവാൻ ആദ്യമേ അവനെ ബന്ധിക്കണം. ശക്തനായ ഒരുവന്റെ വീട്ടിൽ കവർച്ച നടത്തുവാൻ ആദ്യമേ അവനെ ബന്ധിക്കണം. സുവിശേഷ വേലയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പൈശാചിക ശക്തികളും ബന്ധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. സുവിശേഷ വേലയെ തടസ്സപ്പെടുത്തുന്ന വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടണം. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ലൂക്ക 4:36. എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ പിശാചിനോട് കൽപ്പിക്കുന്നു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ലോകത്തിന് ലഭിക്കാതിരിക്കാൻ വേണ്ടി ഇരുട്ടിൻ്റെ ശക്തികൾ, പൈശാചിക ശക്തികൾ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തില് ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടാതിരിക്കാൻ വേണ്ടി
പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികൾ ബന്ധിക്കപ്പെടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാത്താന്റെ കോട്ടകളെ തകർത്തുകൊണ്ട് മുന്നേറിയ ഒരു സുവിശേഷ പ്രവർത്തനം നമുക്ക് നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് ആത്മാവിൻ്റെ കരുത്തും ആത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആര് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നുവോ അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവശക്തി നിറയ്ക്കും, വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നൽകും. ഹല്ലേലൂയ. 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 വെളിപാടിന്റെ പുസ്തകത്തില് 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം പറയുന്നു, അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. അവൻ സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ്. അവൻ്റെ പേരാണ് ക്രിസ്തു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. അവൾ പരിശുദ്ധ മറിയമാ. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. ക്രിസ്തുവിനെ അവൾ പ്രസവിച്ചു. ക്രിസ്തുവിന് അവൾ ജന്മം നൽകി. അവനാണ് സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവൻ. ക്രിസ്തുവിനെ കേൾക്കാത്ത ജനകോടികൾ ക്രിസ്തുവിനെ കേൾക്കുവാൻ ഇടയാകത്തവണ്ണം അസാധാരണമായ ഒരു സുവിശേഷത്തിന് തീ ഈ ഭാരതത്തിന് മണ്ണിൽ, ഈ കൊച്ചു കേരളത്തിൽ നിന്ന് കത്തിപ്പടരുവാൻ പരിശുദ്ധാത്മാവേ അഗ്നി അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.